പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളായ ആളുകൾ എപ്പോഴും വിനയം കാണിക്കുന്നവരാണ്. അവർ വാ തുറന്നാൽ വിനയത്തിൻ്റെ വചനം മാത്രമേ നാവിൽ നിന്ന് വരൂ. അവരുടെ ചുണ്ടുകൾ എപ്പോഴും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ആ സദസ്സിലേക്ക് അബൂദർ തങ്ങൾ ഇങ്ങനെ കടന്നു വന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഈ വരുന്നത് അബൂദറാണല്ലേ എന്ന് ചോദിച്ചു. ഈ വരുന്നത് അബൂദറാണല്ലേ എന്തോ പരിചയമുള്ളതുപോലെ പറഞ്ഞപ്പോൾ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കും അദ്ദേഹത്തെ അറിയുമോ എന്ന് ചോദിച്ചു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഭൂമിയിലുള്ള നിങ്ങളെക്കാൾ സ്വർഗാവകാശികൾക്കിടയിൽ മലക്കുകൾക്കിടയിൽ അദ്ദേഹം കൂടുതൽ പ്രസിദ്ധനാണ് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ഏതായാലും പ്രസിദ്ധി ഉണ്ടല്ലോ, ഈ ഭൂമിയിലുള്ളതിനേക്കാളും പ്രസിദ്ധി ആഖിറത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിൽ വെച്ചിട്ട് കിട്ടാനുള്ള ഒരു മഹത്വം ലഭിച്ച ഒരു കാരണം പറയാമോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരം ഒരു മഹത്വം ലഭിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ലിസിഅരിഹി എന്ന് പറയുന്നുണ്ട്. ലിസിഅരിഹി ഫീ നഫ്സിഹി, സ്വന്തത്തെ ചെറുതായി കണ്ടു. താൻ ഒന്നിനും പറ്റിയ ആളല്ല, താൻ മറ്റുള്ളവർക്ക് മുമ്പിൽ ചെറിയ ആളാണെന്ന് കണ്ടുകൊണ്ട് തവാദു കാണിച്ചു, സ്വയം ചെറുതായി കണ്ടു. അതൊരു മുഅ്മിനിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. താൻ വലിയ ഒരാളാണെന്നുള്ള ചിന്ത വന്നാൽ കിബറായി മാറും, അഹങ്കാരമായി മാറും. ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ സ്വയം ചെറുതായി കണ്ടു. മാത്രമല്ല അദ്ദേഹം ചെയ്ത മറ്റൊരു മഹത്തായ കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയുമോ? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസിനെ ധാരാളമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പാരായണം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഈ ഇഹലോകത്ത് അറിയപ്പെട്ടതിനേക്കാളും വലിയ സ്ഥാനത്തിൽ സ്വർഗത്തിൽ വെച്ചിട്ട് അറിയപ്പെട്ടത്, സ്വർഗത്തിൽ എല്ലാവർക്കും സുപരിചിതനായ ഒരാളായിട്ട് മാറിയത് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിനോട് പറയുന്നുണ്ട്. ഈ ഒരു ചരിത്രത്തിൽ ലിസിഅരിഹി ഫീ നഫ്സിഹി എന്ന് പറയുന്ന സ്വയം വലിയവനായി കാണാതിരുന്നു, സ്വയം വിനയം കാണിച്ചുകൊണ്ട് ആകാശത്തോളം ഉയരാൻ സാധിച്ചു എന്ന് പറയുന്ന വലിയൊരു മഹത്വം അദ്ദേഹത്തിന് ലഭിച്ചു. അബൂദർ തങ്ങളെ മലക്കുകൾക്കിടയിൽ ഇത്രക്കും പ്രശസ്തനാക്കിയത് സ്വന്തത്തെ ചെറുതായി കണ്ടതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനാ, അല്ലാഹുവിൻ്റെ ദാസന്മാരായിട്ടുള്ള മുത്തഖീകളായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, അവർ ഭൂമിയിൽ വളരെ വിനയത്തോടു കൂടിയിട്ടാണ്, ഹൗനൻ, എല്ലാവർക്കും താഴ്ന്നു കൊടുത്തുകൊണ്ടാണ് അവർ നടക്കാറുള്ളത്. ആരുടെയും മുമ്പിൽ പൊങ്ങച്ചം നടിച്ചുകൊണ്ടോ അവർ നടക്കാറില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. വഇബാദുർ റഹ്മാൻ ആദ്യം കൊടുത്ത വിശേഷണം അല്ലദീന യംശൂന അലൽ അർളി ഹൗന, നടന്നു പോകുമ്പോൾ ദുരഭിമാനം നടിക്കുന്ന, കിബർ നടിക്കുന്ന, അഹങ്കാരം നടിക്കുന്ന ഒരാളായിട്ട് നടക്കാറില്ല എന്ന്. മറ്റൊരായത്തിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അഹങ്കാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, അല്ലാഹു അവരെ ഓർക്കുന്നില്ല, അഹങ്കാരികൾ അല്ലാഹു ഓർക്കുന്നില്ല. മാത്രമല്ല വിശുദ്ധമായ ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, ഹൃദയത്തിൽ ഒരു അണുവിനോളം വരുന്ന, ഒരു ചെറിയ അളവിനോളം വരുന്ന ഒരു കിബർ, ഒരു അഹങ്കാരം ഒരാൾക്കുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുക തന്നെയില്ല എന്ന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് മുമ്പിൽ വലിയ ആളായി നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തോന്നാൻ പാടില്ല, ചെറിയ ഒരാളായിട്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ഖദ്ദസുല്ലാഹു സിറൽ അസീസ് എല്ലാവരുടെയും മുമ്പിൽ വിനയാന്വിതനായിട്ടിരിക്കും. ആരുടെ മുമ്പിൽ പോയിരുന്നാലും താനാണ് വലിയവൻ, ഈ സദസ്സിന് ചുക്കാൻ പിടിക്കുന്നത് താനാണ് എന്ന് ഒരിക്കലും നാട്യമായിട്ട് പറയാറോ ചെയ്യാറോ ഇല്ല. എപ്പോഴും വിനയം നടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സ്ഥാനം കിട്ടിയാൽ താനൊരു വലിയ ആളാണെന്ന് കരുതാത്ത ആൾ, അതാണ് വഇബാദുർ റഹ്മാൻ. യഥാർത്ഥത്തിലുള്ള അബ്ദുല്ലാഹ്, യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാർ അവരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ വെറും ഒരു ദാസനായിട്ട് മാറണം. അള്ളാഹുവാണ് തനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഉടമ, മലിക്കുൽ ജബ്ബാർ അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ വെറും ഒരു അടിമയാണ് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. എന്നാൽ വിനയമുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവിനെ അത് പ്രകാശിപ്പിക്കുന്നുണ്ട്. മറ്റൊരു മഹത്വമായിട്ട് സൂചിപ്പിച്ചത് സൂറത്തുൽ ഇഖ്ലാസാണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ധാരാളമായി പാരായണം ചെയ്തു ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ. വളരെ മഹത്വമുണ്ട്.
നമുക്കറിയാം, വിശുദ്ധമായിട്ടുള്ള ഹദീസിൽ കാണാൻ പറ്റും ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിൻ്റെ മഹത്വം പറയുന്നത് തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 സമാനമാണ് സൂറത്തുൽ ഇഖ്ലാസ്. 1/3 ഓതുന്നതിന് സമാനമാണ് തൗഹീദിൻ്റെ വചനമറിയിക്കുന്ന ഈ ഖുൽ ഹുവല്ലാഹ് എന്ന് പറയുന്ന ഈ സൂറത്ത്. മറ്റു ഹദീസിൽ കാണുമ്പോൾ ഒരു സ്വഹാബി ഈ സൂറത്ത് നിരന്തരം ഓതുമായിരുന്നു. അതിനെക്കുറിച്ച് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അഖ്ബിറുഹു അന്നല്ലാഹ യുഹിബ്ബുഹു എന്നാണ്. അള്ളാഹ് അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയിക്കും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അഖ്ബിറുഹു അന്നല്ലാഹ യുഹിബ്ബു, അള്ളാഹ് അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവനോടൊന്ന് പറഞ്ഞേക്കെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്ത് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണല്ലോ. അള്ളാഹു ഏകനാണെന്ന് അറിയിക്കുന്ന സൂറത്താണ്. അള്ളാഹു ഒരാളെയും ആശ്രയിക്കുന്നില്ല എന്നതിനെ അറിയിക്കുന്ന സൂറത്താണ്. അവന് മക്കളില്ല, സന്താനമില്ല എന്ന് അറിയിക്കുന്ന സൂറത്താണ്. അവനോട് സമാനമായിട്ട് ആരുമേ ഇല്ല. അതിനാൽ ഈ സൂറത്ത് ഓതുന്നവൻ്റെ ഖൽബിൽ ശിർക്കുണ്ടാകില്ല, ലോകാഭിമാനത്തിൽ നിന്നും ശുദ്ധമാകുന്നു. അവൻ്റെ മനസ്സിൽ തൗഹീദിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഭാവങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് ഈ സൂറത്ത് ഓതിയാൽ മനസ്സിൽ ഈമാൻ കൂടും എന്നർത്ഥം. മനസ്സിൽ ഈമാൻ കൂട്ടാൻ ഏറ്റവും നല്ല സൂറത്തുൽ ഇഖ്ലാസാണ് എന്നർത്ഥം. മാത്രമല്ല, നമ്മൾ ഭൂമിയിൽ അറിയപ്പെടാതിരുന്നാൽ ആകാശത്തെ നമുക്ക് വലിയ മഹാനാകാം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതല്ലേ പറഞ്ഞു ഹുവ അഷ്ഹറു ഇൻദന മിൻ ഇൻദകും എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ അടുക്കൽ, അദ്ദേഹം നിങ്ങളുടെ അടുക്കൽ എത്രത്തോളം പ്രസിദ്ധനാണോ അതിനേക്കാളും പ്രസിദ്ധനാണ് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് വളരെ ആഴമുള്ള സന്ദേശമാണ്. എന്താണ് ലോകത്ത് പ്രസിദ്ധനാകുന്നത്? അള്ളാഹുവിൻ്റെ മാനദണ്ഡമല്ല എന്ന് വെച്ചാൽ ലോകത്ത് പ്രസിദ്ധനാകുന്നത് അള്ളാഹുവിൻ്റെ മാനദണ്ഡമല്ല എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇന്നിപ്പോൾ ഫോളോവേഴ്സ്, അതേപോലെ ലൈക്ക്, ഫെയിം, സ്റ്റേറ്റസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഫേമസ് ആയി കണക്കാക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല അള്ളാഹുവിൻ്റെ മാനദണ്ഡം. മനസ്സിലാക്കിയിട്ട് ലോകത്ത് ഫേമസ് ആക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇതൊന്നും വെച്ചിട്ടല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഫേമസ് ആക്കുന്നത്. മറിച്ച് ലോകത്ത് ഫേമസ് ആകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ലോകത്ത് ഫേമസ് ആകണം. ലോകത്ത് ഫേമസ് ആകുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഫേമസ് ആകൽ വലിയ കാര്യമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ലോകത്ത് ഫേമസ് ആകണം. അതിന് ഇഖ്ലാസ് വേണം, വിനയം വേണം, അദ്കാർ വേണം, ഖുർആൻ പാരായണം ചെയ്യണം, ഹൃദയത്തിൽ ശുദ്ധി വേണം. ഇവയാണ് മഹത്വത്തിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്